നമസ്കാരം, വെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ വാടിക്കൽ സ്വദേശിയായ ചെറിയകത്ത് തുഫേലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സംഭവശേഷം ഒളിവിലായിരുന്ന വാടിക്കൽ കുട്ടിയായിൻ്റെ പുരയ്ക്കൽ ഫവാസാണ് അറസ്റ്റിലായത്. മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്ന് മന്ത്രി പറഞ്ഞു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർ തമ്മിലാണ് കരാറെന്നും അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം ഗായിക ഇ മീര നിർവഹിച്ചു. മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറെ പിടികൂടി. കുട്ടികളെ അതേ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിച്ച് MVD ഉദ്യോഗസ്ഥൻ. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സമാനമായ പരിശോധനകളും കർശന നടപടികളും തുടരുമെന്നും തിരൂർ ജോയിന്റ് RTO സാജു അബക്കർ അറിയിച്ചു. സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾക്ക് 70 വയസ്സ് പ്രായപരിധി കർശനമാക്കി സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ സർക്കുലർ. 70-ന് മുകളിൽ പ്രായമുള്ളവർക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് നിർദ്ദേശം. നിലവിൽ 70 വയസ്സ് പിന്നിട്ടവർ ലൈസൻസ് അനന്തരാവകാശിക്ക് മാറ്റി നൽകണം. പറവണ്ണ GMUP സ്കൂളിൽ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കളരി, കരാട്ട, ചിത്രകല എന്നിവ ഉൾപ്പെട്ട പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവഹിച്ചു. സെപ്റ്റി ടാങ്ക് പൊട്ടിയൊഴുകി. ദുർഗന്ധം മൂലം തിരൂരിൽ KSRTC ഓഫീസ് അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവർത്തനം മാറ്റി. പരാതിയെ തുടർന്ന് MLA കുറുക്കോളി മൊയ്തീൻ സ്ഥലം സന്ദർശിച്ചു. KSRTC സ്റ്റേഷൻ ഓഫീസിലെ മാലിന്യം. നഗരസഭയുടെ പിടിപ്പുകേടെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S. ഗിരീഷ്. ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും കക്കൂസ് മാലിന്യം ബസ് സ്റ്റാൻഡിലേക്ക് തള്ളാൻ തുടങ്ങിയിട്ട് ഏറെ നാളായെന്നും മാലിന്യ സംസ്കരണത്തിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കെ മാതൃകയാവേണ്ട നഗരസഭ മാലിന്യം തള്ളിയാണ് മാതൃക കാണിക്കുന്നതെന്നും അഡ്വക്കേറ്റ് S. ഗിരീഷ് പറഞ്ഞു. താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ ചെലവിട്ട് ഹൈടെക്കായി നവീകരിച്ച ഓഫീസ്, സ്റ്റാഫ് റൂം, HM റൂം എന്നിവയും ET മുഹമ്മദ് ബഷീർ MP വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവിൽ സജ്ജീകരിച്ച UP വിഭാഗം കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ് നിർവഹിച്ചു. മൂന്ന് വർഷം മുമ്പ് സ്വാതന്ത്ര്യദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത തിരൂർ നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം സ്വാതന്ത്ര്യദിനത്തിന് മുമ്പായി തുറന്ന് പ്രവർത്തിക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചത്. ഏഴൂർ MDPS UP സ്കൂളിൽ പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക് പരിഹാര ബോധന ക്ലാസിന് തുടക്കമായി. PTA സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സമീൽ കറുത്തെടുത്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിച്ച അമേരിക്കൻ നടപടിയിൽ ഇന്ത്യ ഗവൺമെന്റ് മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് CPIM വെട്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.